നമുക്കിപ്പോൾ എക്സാം ഹാളിൽ കയറുമ്പം നടക്കുക, അതായത് ഓൾറെഡി എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാം പഠിച്ചിരിക്കുന്ന ഇൻ ദ സെൻസ് എവിടേക്കോ എന്തോ പോരായ്മകളുണ്ട്, ആ പോരായ്മകൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ ഫെയിൽ ആവാനുള്ള മെയിൻ റീസൺസ് നോക്കാം. ആദ്യം കോൺസെപ്റ്റ് അങ്ങ് മറന്നു. അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്, അതായത് കാണാതെ പഠിച്ചു വെക്കുന്നതിനൊരു പ്രശ്നമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ടെക്നിക്കലി അതിനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കോൺസെപ്റ്റ് മറന്നു പോകത്തില്ല. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മളെ എക്സാംസിൻ്റെ ഒരു സീസൺ കഴിഞ്ഞു, അതിനുശേഷം നമ്മളൊരു ബ്രേക്ക് എടുക്കുന്ന ടൈമാണ്. ആൻഡ് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എക്സാംസിലേക്ക് ചിലർ ഇപ്പം നമുക്ക് ബിടെക് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. ഓൾറെഡി നമ്മൾ എക്സാം എഴുതി ചിലപ്പോൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവത്തില്ല, ചിലപ്പോൾ ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടിയിട്ടുണ്ടാവത്തില്ല, ചിലപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരിക്കും. അങ്ങനെ പല സ്റ്റേജിലുള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നത്. അപ്പം അവർക്കെല്ലാം അതായത് ഇപ്പം നമുക്ക് ഇനി വരുന്ന എക്സാംസിന് അല്ലെങ്കിൽ ഇനി വരുന്ന സീസൺ ഓഫ് എക്സാംസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹൗ ടു അപ്രോച്ച് ദീസ് എക്സാംസ്, അതുപോലെ അത് വെറുതെ അപ്രോച്ച് ചെയ്താൽ പോരാ, നിങ്ങൾ സക്സീഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് വന്ന് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഈ എക്സാംസ്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് ആവട്ടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആവട്ടെ, ലൈക്ക് RRB JEE SSC JEE ആണെങ്കിൽ പോലും എങ്ങനെ അതിനെ എഫക്റ്റീവായി ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഓക്കെ, അപ്പോൾ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ എക്സാംസ് ഹാർബർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ PWD അതുപോലെ തന്നെ ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി പയ്യെ നമ്മൾ ഓൾറെഡി എഴുതി നമ്മൾ ചിലപ്പോൾ ലിസ്റ്റിൽ വരാത്ത എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്ന് തുടങ്ങും. വീണ്ടും നമ്മൾ എക്സാംസിൻ്റെ സീസണിലേക്ക് കടക്കുകയാണ്. ആൻഡ് ആസ് സിവിൽ എഞ്ചിനീയേഴ്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഗുഡ് ന്യൂസ്, യു ആർ ലക്കി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിലും ഒരു പോസ്റ്റ് എങ്കിലും മിനിമം സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കാണും. അപ്പോൾ അതുപോലെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള വേറൊരു ബ്രാഞ്ച് ഇല്ല. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര സമയമുണ്ട് നമ്മുടെ കയ്യിൽ പഠിക്കാനായിട്ട്, അതായത് ഇപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങി ആസ് ഐ ടോൾഡ് ഏർലിയർ, പക്ഷേ നമുക്കിനി എത്ര കാലമുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര സമയമുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതിനനുസരിച്ച് വേണം നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റേറ്റ് PSC എക്സാംസ് നോക്കാം. സ്റ്റേറ്റ് PSC എക്സാംസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരാനുള്ള AE എക്സാം എന്ന് പറയുന്നത് AE ഹാർബർ എക്സാം ആണ്. ഈ ഹാർബർ ചെറിയ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓവർസിയർ ആണെങ്കിലും ഓവർസിയർ ഗ്രേഡ് 3 കുറച്ച് കാണും, ഗ്രേഡ് 2 പിന്നെയും കുറവായിരിക്കും, ഗ്രേഡ് 1 ഏറ്റവും കുറവായിരിക്കും. ആൻഡ് AE എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് വേക്കൻസീസ് ആയിരിക്കും ഉണ്ടാകുക ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാസ് റിക്രൂട്ട്മെൻ്റ് ഒന്നും നടക്കാൻ സാധ്യതയില്ലാത്ത പരീക്ഷകളാണ്. ആൻഡ് AE ഹാർബർ എക്സാം എന്ന് പറയുന്നത് എപ്പോഴും, അതായത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ നടന്ന എക്സാമൊക്കെ നോക്കുമ്പോൾ ഒരു ബ്രേക്ക് ത്രൂ ആണ്. അതായത് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഒരു പാറ്റേൺ ചേഞ്ച് കൊണ്ടുവന്ന എക്സാം ആയിരുന്നു AE ഹാർബർ. അതായത് നമ്മൾ നോർമലി എളുപ്പത്തിൽ AE എക്സാം തിയറി പോർഷൻസ് ചോദിച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യാസം കൊണ്ടുവന്ന് തുടങ്ങിയ എക്സാമാണ് നമ്മുടെ കഴിഞ്ഞ AE ഹാർബർ എക്സാം. അപ്പോൾ AE ഹാർബർ എക്സാം പാടാക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മിനിമം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് മതി, നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ AE ഹാർബർ നമുക്കിനി വരുന്നു. അതിനുശേഷം നമുക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് PWD ഇറിഗേഷൻ ഗ്രേഡ് 2 ഓവർസിയർ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ LSTD AE വരും, LSTD ഗ്രേഡ് 1 വരും, അല്ലേ? അങ്ങനെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇതിനെല്ലാം കൂടി നമുക്ക് എത്ര സമയം ഉണ്ടാവും? സോ ഞാൻ അതിനൊരു 3 months to 1 year പറയാണ്. 3 months എന്ന് പറഞ്ഞാൽ മിനിമം നമ്മുടെ ഈ ഒരു AE ഹാർബറിൻ്റെ ഒരു ഡ്യൂറേഷൻ കണക്കാക്കാനും, 1 year എന്ന് പറഞ്ഞാൽ മേ ബി നമ്മുടെ 1 year ഞാൻ പറയുന്നില്ല ഇപ്പോഴും, 1 year നമുക്ക് ഇനി LSTD AEക്ക് കിട്ടും എന്നുള്ള കാര്യം ഒരു ഷുവറിറ്റി ഇല്ല. ഒരു 10 മാസം, 8 മുതൽ 10 മാസം വരെ കരുതിയാൽ മതി. എന്നാലും 1 yearനുള്ളിലായിരിക്കും ഈ എക്സാം എന്ന് നമുക്ക് കരുതാം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് RRB JEE എടുക്കുകയാണെങ്കിൽ ഒരു 7 to 8 months നമുക്കൊരു ഡ്യൂറേഷൻ അല്ലെ പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവും നോക്കാം. SSC JEE ആണെങ്കിൽ ഒരു 6 months. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സാമുകൾക്ക് ഉണ്ടാവാൻ പോകുന്ന ടൈം, അല്ലെങ്കിൽ ഇത്രയും ടൈം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി പറയുന്നത്. ആൻഡ് എല്ലാ സ്ട്രാറ്റജിയിലും പറയുന്നത് പോലെ ഇതൊന്നും സ്റ്റേണായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്. ഇത് നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻ തരുന്നതാണ്. ആൻഡ് യു ക്യാൻ കസ്റ്റമൈസ് ആസ് പെർ യുവർ റിക്വയർമെൻറ്റ്സ് ആൻഡ് ആസ് പെർ യുവർ കാലിബർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഫോക്കസ്ഡ് ആയിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ AE എക്സാം ബിടെക് കഴിഞ്ഞ ആൾക്കാർക്കാണ് ഈ ഒരു ടാർഗറ്റ് ഫോക്കസ്ഡ് അല്ലാത്തൊരു കാര്യം വരാം. അവർ ആദ്യം വിചാരിക്കും ശരി എന്നാൽ RRB JEE ആദ്യം വരുന്നത്, അത് പഠിക്കാം. RRB JEE നേരെ പഠിക്കത്തില്ല. അപ്പോൾ RRB JEE എക്സാം വരുമ്പോൾ ഇനി പോട്ടെ SSC JEE നോക്കാം. അപ്പോഴത്തേക്ക് ഏതെങ്കിലും സ്റ്റേറ്റ് എക്സാംസ് വരുമ്പോൾ AE നോക്കും. AE പഠിച്ചു തുടങ്ങുമ്പോൾ AE എനിക്ക് പറ്റത്തില്ല, ഓവർസിയറിലേക്ക് പോകാം. അങ്ങനെ നിങ്ങൾ ഡിഗ്രേഡ് ചെയ്ത് ഓവർസിയർ ലെവൽ എക്സാംസ് വരെ നിൽക്കും. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിന്ന് താഴ്ന്ന എക്സാംസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.
പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഇസ് യുവർ ടാർഗറ്റ് അത് ആദ്യം ഫിക്സ് ചെയ്യുക, അതിൽ നിന്ന് മാറത്തില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി ആ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതിന് വേണ്ടി മാത്രം തന്നെ വർക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അതായത് ബി സ്റ്റേൺ ഓൺ യുവർ ടാർഗറ്റ്, നിങ്ങളുടെ ടാർഗറ്റിൽ നിന്ന് ഒരിക്കലും മാറരുത്, അത് അങ്ങനെ തന്നെ നിൽക്കാം. ഓക്കെ, ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ നിയോഫൈറ്റ്സ്, അതായത് പുതിയ ആൾക്കാരെ കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി എക്സാം എഴുതിയ ആൾക്കാർ എന്തുകൊണ്ടാണ് റീസൺസ് ഫോർ ഫെയിലിയർ, എന്തുകൊണ്ടാണ് നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണോ, അതോ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, സോ എന്താണ് നമ്മൾ ഫെയിൽ ആവാനുള്ള മെയിൻ കാരണം, നമുക്ക് കാരണങ്ങളൊന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ എക്സാം ഹാളിൽ കയറുമ്പം അതായത് ഓൾറെഡി എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്, എല്ലാം പഠിച്ചിരിക്കുന്ന ഇൻ ദ സെൻസ് എവിടേക്കും എന്ത് പോരായ്മകളുണ്ട്, ആ പോരായ്മകൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ ഫെയിൽ ആവാനുള്ള മെയിൻ റീസൺസ് നോക്കാം. ആദ്യം കോൺസെപ്റ്റ് അങ്ങ് മറന്നു, അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്, അതായത് കാണാതെ പഠിച്ചു വെക്കുന്നതിന് ഒരു പ്രശ്നമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ടെക്നിക്കലി അതിനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കോൺസെപ്റ്റ് മറന്നു പോകത്തില്ല. കോൺസെപ്റ്റ് മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോമുല മറന്നു പോകും. കോൺസെപ്റ്റ് അറിയാം, പക്ഷേ ഫോമുല WH ആണോ H² ആണോ ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ ഫോമുല മറന്നു പോവുക. പിന്നെ അതുപോലെ തന്നെ കോൺസെപ്റ്റുകൾ തീരെ ക്ലിയർ അല്ല, കോൺസെപ്റ്റ് ഒട്ടും അറിയത്തില്ല, മറന്നു പോയതല്ല, പഠിച്ചിട്ടേ ഇല്ല. ദെൻ സില്ലി മിസ്റ്റേക്സ് വരാം, അതായത് നമ്മൾ കോൺസെപ്റ്റ് മറന്ന് ഫോമുല അറിയാത്ത, കോൺസെപ്റ്റ് തീരെ അറിയാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സില്ലി മിസ്റ്റേക്സ് വരാം. അതായത് നമ്മൾ കാൽക്കുലേഷനിൽ ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്കുകൾ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് അങ്ങനെയുള്ള സില്ലി മിസ്റ്റേക്സ്, ബബിൾ മാർക്ക് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്സ്, ദെൻ കാൽക്കുലേഷൻ സൈഡിലുള്ള മിസ്റ്റേക്സ്, കാൽക്കുലേഷനിൽ ചിലപ്പോൾ നമ്മൾ സ്ക്വയർ ഇടാൻ മറന്നുപോയി, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് ഒരു കാര്യങ്ങളും മനസ്സിലാവാതെ പോയി എക്സാം കൊടുക്കും. ഇതൊക്കെയാണ് നമുക്ക് ലോ സ്കോറിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാവാത്തതിനുള്ള കാര്യം എന്താണ്, കോൺസെപ്റ്റ് മറന്നു പോകുന്നു, അല്ലെ മനസ്സിലാക്കാതെ പഠിക്കുന്നതുകൊണ്ടാണ് മറന്നു പോകുന്നത്. ദെൻ ഫോമുലയുടെ കേസിൽ പറയുവാണെങ്കിൽ ഫോമുല നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് മാസ്റ്റർ ബ്രെയിൻ ഒന്നും എല്ലാവർക്കും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് അത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ഫോമുല മറക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഫോമുല റിപ്പീറ്റഡ്ലി പഠിക്കുക ഇൻ ദ സെൻസ് ആ ഫോമുല തന്നെ എന്നും വായിക്കുക, അല്ലെങ്കിൽ എവിടെ എഴുതി വെക്കുക, അങ്ങനെയൊക്കെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഫോമുല മറന്നിരിക്കാതിരിക്കുക. പിന്നെ സില്ലി മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബി അറ്റൻറ്റീവ് ആയിരിക്കുക, വേറെ തോട്ട്സ് ഒന്നും മനസ്സിൽ വരാതിരിക്കുക. ദെൻ കാൽക്കുലേഷൻ സൈഡ് നിങ്ങൾ സ്ട്രോങ് ആക്കാനായിട്ട് നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വരാത്ത അല്ലെങ്കിൽ ഫെയിൽ ആവാതെ നമ്മൾ എക്സാം ഹാളിലെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ പ്രിപ്പറേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്തോ നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഉണ്ടാവുന്നത്, വൈ വി ഫെയിൽ എന്നുള്ള ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് പ്ലാനിങ് ആണ്. അതായത് നമ്മൾ വെറുതെ അങ്ങ് എക്സാംസിനെ അപ്രോച്ച് ചെയ്യണം, ഒരു പ്ലാനും ഇല്ലാതെ വെറുതെ റഫ്ലി പോയി എക്സാംസ് വരുന്നു എഴുതണം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ അതിൽ ആദ്യത്തത് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് കാര്യങ്ങളൊന്ന് അറിയേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ കാര്യം എങ്ങനെ പഠിക്കണം, ഹൗ ടു സ്റ്റഡി, നമ്മൾ എങ്ങനെ പഠിക്കണം, പഠിക്കുന്ന രീതിയെക്കുറിച്ച് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ദെൻ വാട്ട് ടു സ്റ്റഡി, എന്തെല്ലാം പഠിക്കണം. അതായത് നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്കിപ്പം നമ്മുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പോയി റഫ്ലി ബുക്ക് എടുത്ത് അല്ലെങ്കിൽ നോട്ട്ബുക്ക് എടുത്ത് നമ്മൾ തിയറി പഠിച്ച ക്ലാസ്സുകളിലെ പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് പറ്റത്തില്ല, നമുക്ക് നമ്മുടെ എക്സാംസ് ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരിക്കലും തിയറി പഠിച്ച രീതിയിലോ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു കഴിഞ്ഞാലോ അതുപോലെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്താ പഠിക്കേണ്ടതെന്നുള്ളത് ആസ് പെർ സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ മാത്രം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ മതി എന്നുള്ള ധാരണ വേണം. ദെൻ ഇംപ്രോപ്പർ പ്രാക്ടീസ്, നമ്മൾ കുറേ തിയറി പഠിച്ചു വെച്ചിട്ടോ ഫോമുല പഠിച്ചിട്ടോ കാര്യമില്ല, ഇതെങ്ങനെ ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ ചോദിക്കും എന്നുള്ള ഒരു നമുക്ക് അറിയാതെ, അതായത് ഈ 3 കാര്യങ്ങൾക്ക് ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നല്ല രീതിക്ക് മുന്നോട്ട് പോകത്തില്ല. ഓക്കെ, ഇനി ലാക്ക് ഓഫ് സ്റ്റഡി, അതായത് നമ്മൾ സെൽഫ് സ്റ്റഡിയുടെ സമയത്തും ഇതും സെയിം കാര്യം തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഏത് ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്താലും, അതായത് ഇപ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഉണ്ട്, നമ്മൾ ആ ക്ലാസ് കേട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് കുറച്ച് പാർട്ട് അതിനകത്ത് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി കുറച്ച് സമയം, ഇപ്പോൾ വീഡിയോ ക്ലാസ് നിങ്ങൾ കണ്ട് നോട്ട് എഴുതി വെച്ചാലും പിന്നെ ആ നോട്ട് ഒരു തവണ വായിച്ച് സെൽഫ് സ്റ്റഡി നിങ്ങൾ എന്തായാലും നടത്തിയിരിക്കണം. അത് നടത്തിയില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്തിട്ട് വലിയ ഗുണം നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം പഠിക്കാം. അതായത് എപ്പോഴും, അതായത് വാട്ട് ഇസ് എ കീ ടു സക്സസ്, ഒരു എക്സാമിലേക്ക് നമ്മുടെ സക്സസ്സിലേക്കുള്ള കീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് പറയാൻ കഴിയും അത് സിലബസ് മാത്രമാണ്. അതായത് സിലബസ് അറിഞ്ഞ് നമ്മൾ പഠിക്കാതെ ചവറായിട്ട് വാരി വലിച്ച് നമ്മൾ സിവിലിൻ്റെ പോർഷൻസ് ഒക്കെ പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ടാർഗറ്റിലെത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ടു സക്സസ് എന്ന് എനിക്ക് പറയാനുള്ളത് സിലബസ് ആണ്. അപ്പോൾ നമുക്ക് മെയിൻലി 2 കാര്യങ്ങളാണ്
കീ ആയിട്ട് പറയാനുള്ളത്. അതായത് സക്സസ്സിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ സിലബസ് പ്രകാരം പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വിചാരിച്ച ആ ഒരു റാങ്കോ അല്ലെങ്കിൽ വിചാരിച്ച പൊസിഷനിലോ റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമുക്ക് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള മെയിൻ 2 കീസ് എന്ന് പറയുന്നത് ആദ്യത്തെ സിലബസ് ആണ്, രണ്ടാമത്തെ ടൈം സ്പെൻഡ് ഫോർ സ്റ്റഡി, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന സമയം. അതായത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സമയം അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം. ലൈക്ക് നിങ്ങൾ 4 മണിക്കൂർ 6 മണിക്കൂർ പഠിക്കുന്നു എന്ന് പറയുന്നതല്ല, നമ്മൾ ടൈമിലല്ല പറയാം. അതായത് ടൈം സ്പെൻഡ് ഫോർ സ്റ്റഡിങ് എന്ന് പറയുന്നത് ടൈം നോട്ട് ഇൻ, അതായത് നമ്മൾ ലിറ്ററലി ടൈം എന്നല്ല മീൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ മീൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കോൺസെപ്റ്റ്. അതായത് ഇപ്പോൾ നിങ്ങൾ 2 മണിക്കൂർ പഠിച്ചു, എത്ര കോൺസെപ്റ്റുകൾ പഠിച്ചു അല്ലെങ്കിൽ എത്ര കാര്യം പഠിച്ചു, അതായത് നമ്മൾ ഇൻ ഡെപ്ത് നമ്മൾ എത്ര കണ്ടൻറ്റ് പഠിച്ചു എന്നായി മനസ്സിലാക്കണം. ആ ടൈമിനേക്കാൾ ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് കുറേ കണ്ടൻറ്റ് പഠിക്കാൻ പറ്റും, 4 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പകുതി പോലും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 4 മണിക്കൂർ നമ്മുടെ വേസ്റ്റാണ്. ഓക്കെ, സോ what content are you studying? So the measurement of time, ഇവിടെ ടൈം എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് വി സ്റ്റഡീഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും സക്സസിൻ്റെ കീ ആയിട്ട് പറയാം. ഒന്ന് സിലബസും, രണ്ടാമത്തത് നമ്മൾ എത്ര ടൈം ഫ്രൂട്ട്ഫുൾ ആയിട്ട് പഠിച്ചു, അല്ലെങ്കിൽ എത്ര കോൺസെപ്റ്റ് ഇൻ ടേംസ് ഓഫ് ടൈം നമ്മൾ പഠിച്ചു എന്നുള്ള കാര്യം. ഓക്കെ, ഇനി എക്സാം പാറ്റേൺ പ്രകാരം പഠിക്കുന്നില്ല. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം പാറ്റേൺ പ്രകാരം നമ്മൾ പഠിക്കാതിരിക്കാം. അപ്പോൾ എക്സാം പാറ്റേൺ പ്രകാരം പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഇപ്പോൾ നമ്മൾ RRB JEE എക്സാം എടുക്കുവാണെങ്കിൽ അതിനൊരു പാറ്റേൺ ഉണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, SSC JEEക്ക് വേറൊരു പാറ്റേൺ ഉണ്ട്. ഇനി ഈ 2 പാറ്റേണിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ് AE എക്സാംസ്. അതായത് നമ്മുടെ കേരള PSCയുടെ AE എക്സാംസ് എടുത്താലോ ഓവർസിയർ എക്സാം എടുത്താലോ. അപ്പോൾ AE എക്സാംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൗഡ്ലി പറയാവുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ AE JEE എക്സാംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ കുറച്ച് നിലവാരമുള്ള സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ AE എക്സാംസിന് ചോദിക്കുക. സോ ആ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആ പാറ്റേൺ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. അതായത് പിന്നെ ഒരുപാട് നേരം കൂടുതൽ കാര്യങ്ങളിരുന്ന് പഠിക്കുന്നതിനേക്കാളും ആ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ രൂപത്തിൽ ഹൗ വി ആർ പ്രാക്ടീസിങ് ഈച്ച് ആൻഡ് എവറിത്തിങ് വാട്ട് വി ഹാവ് സ്റ്റഡീഡ്, അതാണ് വലിയ കാര്യം. നോട്ട് പ്രാക്ടീസിങ് ദ ക്വസ്റ്റ്യൻസ് ആസ് പെർ എക്സാം പാറ്റേൺ. എക്സാം പാറ്റേൺ പ്രകാരം തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് പഴയ 2020 ശേഷമുള്ള AE എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതെങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ 2023 നടന്ന AE എക്സാം അല്ലെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാം, ഗ്രേഡ് 2 എക്സാം, ഗ്രേഡ് 3 എക്സാം ഒക്കെ എടുത്ത് ഓരോ ലെവൽ ഓഫ് എക്സാംസിൻ്റെയും പാറ്റേൺ മനസ്സിലാക്കിയെടുക്കും. പിന്നെ RRB JEE ഞാൻ പറഞ്ഞു 2019 ലാസ്റ്റായിട്ട് നടന്നത്, ഇത്രയും വർഷങ്ങൾ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ട് പാറ്റേണിൽ സ്ലൈറ്റ്ലി ചേഞ്ചസ് ഉണ്ടായിരിക്കാം. എന്നാലും ഫോർ റെഫറൻസ് യു ക്യാൻ റെഫർ ദ സിലബസ് ആൻഡ് സ്റ്റഡി ആസ് പെർ ദാറ്റ്. ഓക്കെ, പിന്നെ SSC JEE എല്ലാ വർഷവും നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ, ഒരു സെയിം പാറ്റേൺ കീപ്പ് ചെയ്യാൻ എല്ലായ്പ്പോഴും നോക്കാറുണ്ട് അവർ. ഓക്കെ, ഇനി ടൈം ഫോർ പ്രിപ്പറേഷൻ. ടൈം ഞാൻ നേരത്തെ പറഞ്ഞു ഓൺ ആവറേജ് ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പം നമുക്ക് സിവിലിൻ്റെ കോൺസെപ്റ്റുകൾ പഠിച്ചെടുക്കാൻ വേണ്ടി ഒരാൾ പഠിത്തം മെയിനായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ വേണ്ട മിനിമം ടൈം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് 3 മാസം മതി. അതായത് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി എടുക്കാൻ മാത്രം, പ്രിപ്പറേഷന് വേണ്ടിയിട്ടല്ല, കാര്യങ്ങൾ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തെറ്റ് വരുത്തി ആ തെറ്റ് റെക്ടിഫൈ ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനാണ് ബാക്കി ടൈം വേണ്ടത്. ഓക്കെ, അതായത് 4 വർഷം കൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വി വിൽ ബി പ്രിസൈസിങ് ഇറ്റ് ഇൻ, അതായത് ഒരു മാക്സിമം ഡ്യൂറേഷൻ നമുക്ക് 1 ഇയർ ഒക്കെ വരും, 1 വർഷത്തിനുള്ളിൽ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്ന മാത്രമല്ല നമുക്ക് അവിടെ വേണ്ടത്, നമ്മൾ ഈ പഠിച്ചെടുത്ത സാധനം നമുക്ക് ആ ഒരു എക്സാം പാറ്റേണിൻ്റെ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിനകത്ത് മാസ്റ്റേഴ്സായി മാറണം. ഓക്കെ, ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് എല്ലാവരും, അതായത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടാൽ തന്നെ താഴെ വന്ന് ചോദിക്കും എത്ര വേക്കൻസീസ് ഉണ്ടായിരിക്കും. നമ്മൾ ഇതിനകത്ത് എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 2 വേക്കൻസി ആണെങ്കിൽ പോലും അതിലൊരാൾ ഞാനായിരിക്കണം. 2 പേർക്ക് അവർ റിസർവ് ചെയ്തൊന്നും വെച്ചിട്ടില്ല, പഠിച്ച് അതിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് റാങ്ക് 1, 2 വരുന്ന ആൾക്ക് ആ ഒരു ഇത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 2 വേക്കൻസി ആണെങ്കിലും 1 വേക്കൻസി ആണെങ്കിലും ഐ വിൽ ബി ദാറ്റ് പേഴ്സൺ എന്നുള്ള ഒരു പേഴ്സ്പെക്റ്റീവിൽ വേണം എക്സാംസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ, കമ്മിങ് ടു കോമ്പറ്റീഷൻ ലെവൽ. നിങ്ങൾക്ക് അറിയാം കോമ്പറ്റീഷൻ ലെവലിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് ഹാർഡ് ടു അക്സെപ്റ്റ് ആണെങ്കിലും അതൊരു ഫാക്റ്റാണ്. ഓരോ വർഷവും നമുക്ക് കോമ്പറ്റീഷൻ്റെ ലെവൽ കൂടി വരികയാണ്, കമ്പീറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. ആൻഡ് ആസ് വി ആർ ഗെറ്റിംഗ് ഓൾഡർ, നമ്മുടെ ന്യൂ ജനറേഷൻസ് നമ്മുടെ കൂടെ കമ്പീറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ഹാർഡ് ഫോർ അസ് അല്ലേ. അവർ അതായത് കുറച്ചുകൂടെ ഫ്രഷേഴ്സാണ്, നമ്മൾ പഠിച്ച് കുറച്ച് ഗ്യാപ്പ് വരും. പക്ഷേ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മാറ്റർ. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്നും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ യു ക്യാൻ ബി എന്താ പറയുക മാസ്റ്റേഴ്സ് ദാൻ ദം, അവരെക്കാളും നിങ്ങൾക്ക് മാസ്റ്റർ ആവാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോമ്പറ്റീഷൻ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എക്സാംസിന് പ്ലാൻ ചെയ്യുക, എന്നിട്ട്
പഠിക്കുക, ആഫ്റ്റർ ദാറ്റ് ആക്ട്, പിന്നെയും സ്റ്റഡി. ഈ ഒരു സൈക്കിൾ അങ്ങ് വലിയ കാര്യമൊന്നുമില്ല ഇതിനകത്ത്. എപ്പോഴും പ്ലാൻ ചെയ്ത് പഠിക്കുക. കോമ്പറ്റീഷൻ ലെവൽ എത്ര കൂടുതലാണെങ്കിലും പ്ലാൻ ആൻഡ് സ്റ്റഡി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റഡി ഓപ്ഷൻസ് നോക്കാം. അതായത് പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്കാർക്ക് പഠിക്കാനായിട്ട് ഉള്ള സ്റ്റഡി ഓപ്ഷൻസ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സസ് കാണാം. അത് ഓൺലൈൻ ക്ലാസ്സസോ ഓഫ്ലൈൻ ക്ലാസ്സസോ കാണാം. പിന്നെ സെൽഫ് സ്റ്റഡി ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് തന്നെ പഠിക്കാനായിട്ടും പറ്റും. ഇതിനകത്ത് ഈ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഐ വിൽ നോട്ട് പ്രിഫർ. കാര്യം എന്താണെന്ന് വെച്ചാൽ സെൽഫ് സ്റ്റഡി പറ്റായികയൊന്നുമില്ല, സെൽഫ് സ്റ്റഡി പറ്റും. കോമ്പറ്റീഷൻ ലെവൽ ഇപ്പം നമുക്ക് കൂടുതലായതുകൊണ്ടും നമ്മുടെ കയ്യിൽ അത്രയും സമയമെടുത്ത് നമ്മൾ ആ കാര്യങ്ങൾ ഈ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ച് എക്സാം പേപ്പേഴ്സ് എടുത്ത് ഇത് മുന്നത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ആ ഇവാലുവേഷൻ എല്ലാം നമുക്ക് സമയം എടുക്കും, എസ്പെഷ്യലി ഒരു ഫ്രഷറിന്. പക്ഷേ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, എക്സാം എഴുതി തഴക്കം വന്നവർക്ക് ഈ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഓൾറെഡി ക്ലാസ്സസ് ഒക്കെ കണ്ട് സെറ്റായിരിക്കുന്നവർക്ക് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഓപ്ഷൻ പറ്റും. പക്ഷേ ന്യൂ അല്ലെങ്കിൽ ഒരു ബിഗിനറിന് സെൽഫ് സ്റ്റഡി ഓപ്റ്റ് ചെയ്യാതെ തന്നെയാണ് നല്ലത്. ക്ലാസ്സസ് ദർ ആർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ക്ലാസ്സും നമ്മുടെ എല്ലാ ഗോൾഡ് ബാച്ചിലെ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ക്ലാസ് കണ്ടിട്ട് പഠിക്കാനായിട്ട് സമയം കിട്ടുന്നത്. സോ മാനേജ്മെൻറ്റ് ബിറ്റ്വീൻ ക്ലാസ്സസ് ആൻഡ് സെൽഫ് സ്റ്റഡി ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾ സോഴ്സ് കണ്ടുപിടിക്കുക. ഫ്രം വെയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സോഴ്സ് നിങ്ങൾ ഫ്രം ദ ഓപ്ഷൻസ് അവൈലബിൾ, ആ ഉള്ള ഓപ്ഷൻസ് നിന്ന് ഏറ്റവും ബെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എൻട്രി ഗ്യാരണ്ടീസ് യു ഇസ് ദാറ്റ് നിങ്ങളുടെ എക്സാമിന് ഓറിയൻറ്റേഷനും സിലബസ് കവറേജും 100% നമ്മുടെ ഭാഗത്തു നിന്ന് തരും. അത് നിങ്ങളെ ആ ഒരു എക്സാമിന് ഇപ്പം SSC JEE ആവട്ടെ, സ്റ്റേറ്റ് JEE എക്സാം, സ്റ്റേറ്റ് JEE എക്സാം ആയിക്കോട്ടെ, ഓബിയസ്ലി ഗ്രേഡ് 1, ഓബിയസ്ലി ഗ്രേഡ് 2, ഗ്രേഡ് 3, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു എക്സാമിൻ്റെ പാറ്റേണിൽ നിങ്ങൾ ഓറിയൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യം നമ്മൾ ഏറ്റു. ബിക്കോസ് ക്ലാസ്സസ് എല്ലാം നമ്മൾ അതിന് അക്കോർഡിംഗ്ലി ആണ് പഠിപ്പിക്കുന്നത്, ക്വസ്റ്റ്യൻസ് അത് അക്കോർഡിംഗ്ലി ആണ് ചെയ്യുന്നത്. ആ ഒരു എക്സാമിൻ്റെ രീതിയിൽ നിങ്ങളെ മൊത്തത്തിൽ മാറ്റിത്തരും. അതുപോലെ തന്നെ സിലബസ് കവറേജും വി ഗ്യാരണ്ടി. ഓക്കെ, പിന്നെ വീണ്ടും ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വീഡിയോസ് കാണും, ലൈക്ക് ഇപ്പോൾ ഒരു വീഡിയോ കണ്ട് അത് പഠിച്ചു കഴിഞ്ഞു, പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ വീണ്ടും പോയി ആ വീഡിയോ കണ്ട് സമയം കളയരുത്. നിങ്ങളൊരു വീഡിയോ കണ്ട്, റെക്കോർഡഡ് വീഡിയോ കണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങളതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കുക, പിന്നെ അതിൻ്റെ റിവിഷൻ നോട്ട്സ് ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ക്ലാസ് നോട്ട്സും റിവിഷൻ നോട്ട്സും മാത്രം റെഫർ ചെയ്യുള്ളൂ. വീഡിയോ പോയിരുന്ന് കണ്ട് ടൈം കളയരുത്. സോ ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് മെയിനായിട്ടും നമ്മുടെ യൂസേഴ്സിന് അതായത് ഇനി നമ്മുടെ യൂസേഴ്സ് ആവാൻ പോകുന്നവർക്കും പറഞ്ഞു തരാനുള്ള ഉപദേശം അതാണ്. ഇഫ് യു ആർ വാച്ചിങ് വീഡിയോസ് നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് സെൽഫ് സ്റ്റഡിക്ക് സമയമില്ലാത്തതിൻ്റെ മെയിൻ കാര്യം നിങ്ങൾ അതിന് പ്രോപ്പർലി നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആ പ്രോപ്പർലി നോട്ട്സിൽ നിന്ന് റിവിഷൻ നോട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. ഇത് രണ്ടും അൺലെസ് ആൻഡ് അണ്ടിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പഴയ വീഡിയോസ് കാണാനായിട്ടുള്ള ടൈം കളയേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് നിങ്ങൾക്ക് എഫക്റ്റീവ്ലി ഈ ഒരു ക്ലാസ്സസും സെൽഫ് സ്റ്റഡി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ക്ലാസ് നോട്ട്സും റിവിഷൻ നോട്ട്സും വേണം, പിന്നെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. പിന്നെ ഗോൾഡ് ബാച്ചസ് ആണെങ്കിൽ, നമ്മുടെ എൻട്രിയുടെ ഗോൾഡ് ബാച്ചസ് ആണെങ്കിൽ വി ആർ പ്രൊവൈഡിങ് യു ദ പ്ലാൻ. സ്റ്റഡി പ്ലാൻ നമ്മളാണ് നിങ്ങൾക്ക് തരുന്നത്. ആ പ്ലാൻ പ്രകാരം നിങ്ങൾ 100% നീതി പുലർത്തി പഠിച്ചാൽ മാത്രം മതി. അതാണ് ഞാൻ പറഞ്ഞത്, വി ആർ മേക്കിംഗ് യു വെൽ എക്യുപ്ഡ്. അതായത് എക്സാംസിന് വെൽ എക്യുപ്ഡ് ആക്കി തീർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലൈവ് ക്ലാസ്സസും നമ്മൾ ഗോൾഡ് ബാച്ചസിന് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ലൈവ് ക്ലാസ്സസിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൻ്റെ ബാക്കി അവർ ചെയ്താൽ മതി. പക്ഷേ നോർമൽ ബാച്ച് യൂസേഴ്സ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും കൂടി ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇനി ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിരിക്കുക, റിവിഷൻ നോട്ട്സ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, റിവിഷനും ഷോർട്ട് നോട്ട്സും നമുക്കില്ലാതെ ഒരു കാര്യവും പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ഇനി നമ്മുടെ എൻട്രി ക്ലാസ്സസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തരാം. അപ്പം ഞാൻ RRB JEE SSC JEE ആണ് നിങ്ങളോട് RRB JEE സ്റ്റേറ്റ് JEE ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ദിസ് ഇസ് our RRB JEE CBT 1 ക്ലാസ്സസ് ആണ് ഈ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അഡീഷണലി കാണാൻ സാധിക്കുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഒരു പോർഷൻ തന്നെ നിങ്ങൾക്ക് അക്സസിബിൾ ആണ്. സോ ദാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ടോപ്പിക്സ്, ഇപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള സിമ്പിൾ ടിപ്പുകളും ട്രിക്കുകളും എല്ലാം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മേഖലയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ആ ഒരു ഗ്യാരണ്ടി ഞാൻ തരാം. അതായത് ഇപ്പോൾ നമുക്ക് ടെക്നിക്കൽ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സബ്ജക്ട്സ് പോലും വളരെ സിമ്പിളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് സിംപ്ലിഫൈഡ് ഫോമിലാണ് തരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ RRB JEE CBT 2 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സിവിലിൻ്റെ കംപ്ലീറ്റ് സിലബസ് ആണ് നമുക്ക്
കവർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് CBT 2-ൽ. അതുപോലെ തന്നെ നിങ്ങളുടെ നോൺ ടെക്നിക്കലും അതിനകത്ത് കവർ ചെയ്ത് തരുന്നുണ്ട്. ദെൻ ദിസ് ഇസ് ദ LSDD AE. LSDD AEയിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് കയറുമ്പോഴത്തേക്ക് ഫ്രീ ആക്സസ് ആയിട്ട് LSDD AE ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. അതായത് നമ്മുടെ AE സിലബസിലെ എല്ലാ മൊഡ്യൂളിൻ്റെയും കണ്ടന്റുകൾ, അതായത് ഇമ്പോർട്ടൻറ്റ് കുറച്ച് ടോപ്പിക്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസബിൾ ആണ്. അത് കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് യു ക്യാൻ ഇവാലുവേറ്റ് ഹൗ വി ആർ ഹാൻഡ്ലിങ് ദ ക്ലാസ്സസ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ യൂസേഴ്സ് അല്ലാത്തവർക്ക് തരാനുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ LSDD AE ടോക്സ് എന്ന് പറഞ്ഞ ഫ്രീ പാക്ക് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ എല്ലാ സിലബസിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ്ലി വരുന്ന പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കോൺസെപ്റ്റ് ആദ്യം പറയുന്നുണ്ട്, പിന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നുണ്ട്. സോ ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഇഫ് യു ആർ നോട്ട് എ യൂസർ, നിങ്ങൾക്ക് കയറി ഒന്ന് വൺസ് വ്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാച്ച്, നമ്മുടെ AE അല്ലെങ്കിൽ RRB JEE ഒക്കെ കോഴ്സസ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യാവുന്ന എക്സാം അടുപ്പിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ക്രാഷ് കോഴ്സസ് ഒക്കെ വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് കയറിയ മാരത്തോൺ ക്ലാസ്സസും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫുള്ള് പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ കൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ പ്രിസൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതായത് ഇത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിൻ്റെ ടിപ്സ് ട്രിക്സ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എളുപ്പത്തിൽ പഠിക്കാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. പിന്നെ നോട്ട്സ് ഞാൻ പറഞ്ഞു, സെൽഫ് റിട്ടേൺ നോട്ട്സാണ് എപ്പോഴും ബെറ്റർ. അപ്പാർട്ട് ഫ്രം ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പോലെയുള്ള തിയറി പേപ്പേഴ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സെൽഫ് റിട്ടേൺ നോട്ട്സ് എടുക്കുക. റിവിഷൻ നോട്ട്സ് ഉണ്ടായിരിക്കണം. വീക്ക്ലി റിവിഷൻ മസ്റ്റായിട്ടും ചെയ്യുക. ദെൻ കോഡൽ പ്രൊവിഷൻസും ഫോർമുലാസും കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓർത്ത് വെക്കേണ്ട വാല്യൂസ് അതൊക്കെ എഴുതി വെച്ച് എന്നും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു സബ്ജക്റ്റ് തീർത്തിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാതെ 2-3 സബ്ജക്ട്സ് പാരലി കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ടെസ്റ്റ് സീരീസ് എഴുതാൻ നോക്കുക. അത് പ്ലേലിസ്റ്റ് ക്വിസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് എക്സാം ആയിട്ടോ ലൈവ് ക്വിസ് ആയിട്ടോ ഒക്കെ ടെസ്റ്റ് എപ്പോഴും അറ്റൻഡ് ചെയ്യുക. പിന്നെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറയുന്നതിൻ്റെ മെയിൻ കാര്യം സില്ലി മിസ്റ്റേക്സ് നമുക്ക് ഒഴിവാക്കണം. സില്ലി മിസ്റ്റേക്സ് നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ റെക്ടിഫൈ ചെയ്താൽ മാത്രമേ എക്സാം ഹോളിൽ കയറുമ്പോൾ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇത് നമ്മുടെ ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. യു ക്യാൻ അഡോപ്റ്റ് യുവർ ഓൺ മെത്തേഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങളുടേതായ രീതിയിലെ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഡേ വരെ പഠിക്കാൻ വെക്കാതെ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല, റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ലാസ്റ്റ് നിമിഷത്തിലേക്ക് കൊണ്ടുപോകാതെ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, എപ്പോഴും ഹാർഡ് വർക്കിൻ്റെ ഒപ്പം തന്നെ സ്മാർട്ട് വർക്ക് കൂടെ കൊണ്ടുപോകുക. സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ടിപ്സും ട്രിക്സും ആയിട്ട് നമ്മൾ നമ്മുടെ ആപ്പിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ സിംപ്ലിഫൈഡ് ആയിട്ട് സ്മാർട്ട് വർക്കും കൂടി നിങ്ങളുടെ കൂടെ കൊണ്ടുവരിക. ഓക്കെ, ഇനി ഒരു മോട്ടിവേഷണൽ കോട്ടോട് കൂടി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അതായത് ഫെയിലർ വിൽ നെവർ ഓവർടേക്ക് ഇഫ് മൈ ഡിറ്റർമിനേഷൻ ടു സക്സീഡ് ഈസ് സ്ട്രോങ് എനഫ്. അതായത് നമ്മൾ ജയിക്കും എന്നുള്ള ഡിറ്റർമിനേഷൻ നമുക്ക് വളരെ സ്ട്രോങ് ആണെങ്കിൽ ഒരിക്കലും തോൽവി നമ്മൾ കീഴടക്കത്തില്ല എന്നുള്ള കാര്യമാണ്. ഇത് ഈ കോട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് വരുന്ന അപ്കമിങ് എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ടൈം ഡിവോട്ട് ചെയ്ത് മേജർ പാർട്ട് അതിന് വേണ്ടി ഡിവോട്ട് ചെയ്ത് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.